പൂരാവേശം വാനോളം ഉയർത്തുന്ന കാഴ്ചകളുടെ വർണ്ണപ്പൂരത്തിന് മിഴി തുറന്ന് തൃശ്ശൂർ നിൽക്കുമ്പോൾ ഇപ്പോൾ തെക്കോട്ടിറക്കം എന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ റിപ്പോർട്ടർമാരായ അനുമോദും ശ്രീജിത്തും തൃശ്ശൂരിലെ ആ അനുഭവങ്ങൾ വർണ്ണിക്കുകയായിരുന്നു നേരത്തെ. ഒരു പക്ഷേ മറ്റൊരാൾക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് അത്. നേരിട്ട് അനുഭവിച്ചറിയണം എന്നാണ് അവർ പറഞ്ഞത്. ഓരോ മനുഷ്യനും അവിടെ ഒന്നുചേരുന്ന ഓരോ മനുഷ്യനും ഓരോ തരത്തിൽ പൂരത്തെ കാണുന്ന അതാണ് ആ ഒരു വൈവിധ്യമാണ്, ആ വ്യത്യസ്തതയാണ് ഓരോ വർഷവും പുതുമ ചോരാതെ നിൽക്കുന്ന പൂരത്തിൻ്റെ ആവേശമാണ് അവർ വർണ്ണിച്ചത്. നേരത്തെ തന്നെ എത്ര ആളുകളാണ് ഓരോ വർഷവും വന്നു ചേരുന്നത്. അവർ വീണ്ടും വീണ്ടും പൂരത്തിൻ്റെ ആവേശത്തിൽ അലിയാൻ എത്തിച്ചേരുന്ന കാഴ്ച ഇപ്പോൾ ആനയും അമ്പാരിയും അതുപോലെ വാദ്യമേളങ്ങളുമെല്ലാം ഒന്നുചേരുന്ന കാഴ്ചകളുടെ പൂരം, കേൾവിയുടെ പൂരം, അനുഭവങ്ങളുടെ പൂരം. അതാണ് ഒരുപക്ഷെ നമ്മളെ തന്നെ തിരിച്ചറിയാതെ നമ്മളെ തന്നെ മറക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും. ഈ കാഴ്ചകളുടെ വർണ്ണ വിസ്മയങ്ങളായിരിക്കും. ഒരുപക്ഷെ സാമ്പിൾ പോലെ ഉയർത്തുന്ന ഈ കുടകളിൽ നിന്ന് നേർക്കുനേർ നിന്ന് മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിസ്മയങ്ങൾ ഉയർത്തിക്കാട്ടാൻ വെമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് ഉള്ളത്. അതറിയാനായി, അത് കാണാനായി, അത് അനുഭവിക്കാനായി കാത്തിരിക്കുന്ന ജനസഹസ്രങ്ങൾ തൃശ്ശൂരിലുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വികസിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പൂരനഗരിയിൽ തെക്കോട്ടിറക്കം പുരോഗമിക്കുകയാണ്. വടക്കുന്നാഥ സന്നിധിയിൽ നിന്ന് 15 ആനകൾ, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ 15 ആനകളാണ് ഇപ്പോൾ തെക്കോട്ടിറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ താളത്തിൽ, ഒരേ ആയത്തിൽ, ഒരേ മനസ്സോടുകൂടി മനുഷ്യനും മറ്റ് ജീവജാലങ്ങളുമെല്ലാം ഒന്നാകുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഭയത്തോടെ ആനയെ കണ്ടിരുന്നവർ, ഇടിവെട്ടിനെ പോലും പേടിച്ചിരുന്നവർ, വലിയ വെടിക്കെട്ടിൻ്റെ ഉത്സവത്തിന് ഒപ്പം നിൽക്കുന്ന, വാദ്യവൃന്ദങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ആനയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയെല്ലാമാണ് നമ്മൾ കാണുന്നത്. അത് ഒരു വലിയ ആവേശമാണ്, ഒരു ലഹരിയാണ് എന്ന് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ആ ലഹരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് വിവരണാതീതം എന്ന് പറയുന്നത്, വിവരണാതീതം എന്ന വാക്ക് ഒരുപക്ഷെ ഇത്തരം സന്ദർഭങ്ങളിലാണ്. പറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കുമ്പൻ ഇപ്പോൾ ചുറ്റും അതുപോലെ 15 ആനകൾ അണിനിരക്കുന്ന 14 ആനകൾ, 7 വീതം ആനകൾ ഇരുപുറത്തുമായി അണിനിരന്ന് വരുന്നു. ആ താളത്തിനൊപ്പം കൈകൾ ഉയർത്തി ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് തന്നെ പറയണം. കൈക്കുഞ്ഞുങ്ങളുമായൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം വർഷങ്ങളോളം കാത്തിരുന്ന, ഇപ്പോൾ പൂരത്തിനെത്താൻ സാധിച്ചവരുണ്ട്, അല്ലെങ്കിൽ പൂരത്തിന് വരണം എന്ന് വിചാരിച്ച് കാത്തിരുന്ന് വന്നവരുണ്ട്, വർഷങ്ങളായി തുടർച്ചയായി വരുന്നവരുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിയോ MLAയോ MP യോ എന്നെല്ലാം ഒരു തരത്തിലുള്ള പദവികളും പ്രസക്തമല്ലാതാകുന്ന ഒരേ ഒരു ലഹരി എല്ലാവരുടെ മനസ്സിലും ഉൾച്ചേരുന്ന ഒരു ദിവസമാണ്, മണിക്കൂറുകളാണ്. 36 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ലോകത്തെവിടെയുമില്ലാത്ത സൗന്ദര്യമുണ്ട്, അതിൻ്റെ പ്രത്യേകമായ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് മലയാളികളല്ലാത്ത എത്രയോ പേർ വർഷം തോറും പൂരത്തിന് വേണ്ടി, പൂരം കാണാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, തത്സമയ സംപ്രേഷണമടക്കം എത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കപ്പുറം അതിനുവേണ്ടി കാത്തിരുന്ന് ഈ കാഴ്ചകൾക്ക് വേണ്ടി നേരത്തെ തയ്യാറെടുത്ത് വരുന്ന ആളുകളുണ്ട്. അവർ ഇവിടെ എത്തുന്നതോടുകൂടി ആ ലഹരിയിൽ അലിയുകയാണ്, ആ സൗന്ദര്യത്തിൽ അലിയുകയാണ്. ഒരു തിരക്കും ഒരു വിയർപ്പും ഒരു ചൂടും തങ്ങളെ ബാധിക്കില്ല എന്ന മട്ടിൽ ഒത്തുചേർന്ന ഈ കാഴ്ചകളിലേക്ക് സ്വയം അലിഞ്ഞു ചേരുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. കാഴ്ചകൾ ഓരോ തവണയും പുതുക്കുകയാണ്. തെക്കോട്ടിറങ്ങി വരുന്ന ഗജവീരന്മാർ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയോളം എത്തുന്നു. പഴയന്നൂർ ഭഗവതിയുടെ
പ്രതിഷ്ഠയുണ്ടായിരുന്ന പ്രദേശത്ത് വന്ന് ഭഗവതിയെ വണങ്ങി തിരിച്ച് അണിനിരക്കും. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ക്യാമറ തുറന്നു വച്ചിരിക്കുന്നത്.